മൃഗം പോലും ലജ്ജിക്കും, ഇവനൊക്കെ മനുഷ്യനോ? നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യന് എത്രമാത്രം മൃഗമാകാൻ കഴിയും? കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ചില വിദ്യാർത്ഥികളെ കണ്ടാൽ മറ്റെന്തു പറയും? സഹപാഠികളോട് സൗഹൃദം വേണ്ട, മനുഷ്യനെന്ന പരിഗണന നൽകണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മൃഗങ്ങളാകുന്നത് എന്തുകൊണ്ടാണ്? ചങ്ക തകർക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടതെന്നും ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുമാണ് ഇരയായ ഒരു കുട്ടിയുടെ അച്ഛന്റെ ചോദ്യം. ഈ ചോദ്യം മനസാക്ഷിയുള്ള ഏതൊരുവനെയും ഞെട്ടിക്കുന്നതാണ്. ശരീരമാസകലം വരഞ്ഞു മുറിവുണ്ടാക്കുക, കോമ്പസ് ഉപയോഗിച്ച് കുത്തി മുറിവേൽപ്പിക്കുക, മുറിവിൽ ലോഷൻ പുരട്ടുക, വേദനയിൽ പുളയുമ്പോൾ വായിലും മുറിവുകളിലും ക്രീം തേച്ചു പിടിപ്പിക്കുക, നഗ്നനായി നിർത്തിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കിയിടുക തുടങ്ങിയ പീഡനമുറകളാണ് വിദ്യാർത്ഥികൾ കാട്ടിയത്. 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളെ 3ാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗിംഗ് നടത്തിയെന്നാണ് പരാതി. 1ാം വർഷ വിദ്യാർത്ഥികളായ 6 പേരെ സീനിയർ വിദ്യാർത്ഥികൾ മാസങ്ങളോളം ക്രൂരമായി റാഗിംഗ് ചെയ്തതായും നിരന്തരമായി വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെട്ടിരുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. സ്വന്തം മകൻ അനുഭവിച്ച കൊടും ക്രൂരതകളുടെ ഞെട്ടലിലാണ് ഒരമ്മ. ഓരോ തവണയും കടം വാങ്ങിയാണ് അവന് പണം അയച്ചിരുന്നത്. അതവർ പിടിച്ചു വാങ്ങി. ഇനി ഒരു കുട്ടിക്കും ഈ ഗതി ഉണ്ടാവരുതേ എന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥന. എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ പഠിക്കാൻ അയക്കുന്നതെന്നും ഈ അമ്മ ചോദിക്കുന്നു. പരാതിയിൽ കോട്ടയം ഗാന്ധിനഗർ പോലീസ് 5 സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവേക്, റിജുൽജിത്ത്, രാഹുൽ രാജ്, ജീവൻ, സാമുവൽ ജോൺ എന്നിവരാണ് അറസ്റ്റിലായത്. BNS 118, 308, 305 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കുറ്റവാളികളെ ഏറ്റുമാനൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ കോളേജ് അധികൃതർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് പോലീസ്. ആവശ്യമെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോളേജിലെ അധ്യാപികമാരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തു. സസ്പെൻഷനല്ല, കുറ്റവാളികളെ പുറത്താക്കുകയാണ് വേണ്ടതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ. പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ, ഐക്കർ ജംഗ്ഷൻ, ആറന്മുള.